സത്യൻ എന്ന സംവിധായകന് നിവിൻ പോളി എന്ന നടനെ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് സിൽവർ സ്ക്രീനിൽ അവതരിപ്പിച്ച് കൈയടി നേടിപ്പിക്കാൻ സാധിച്ചു. ഈ പടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യൻ അന്തിക്കാട് സിനിമകളിൽ കണ്ടിട്ടുള്ള നന്മയുടെ എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. അജു വർഗീസ് നിവിൻ പോളി കൂട്ടുകെട്ട് ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചും കൈയടിപ്പിച്ചുള്ള കൂട്ടുകെട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനെ ചിരിപ്പിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. ഒത്തിരി എടുത്തു പറയേണ്ടത് ഇതിലെ ഫ്രഷ് കോമഡിയാണ്. ഡബിൾ മീനിങ് കോമഡികളല്ല, ക്രിഞ്ച് കോമഡികളല്ല, വെറുതെ നിവിൻ പോളിയും അജു വർഗീസും സംസാരിച്ചാൽ ചിരി. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഫ്രഷ് കോമഡി, ഒരു യാതൊരുവിധ നമുക്ക് ഡബിൾ മീനിങ് ലെവലിലുള്ള ഒരു കോമഡി ഒന്നും. അതായത് ഒരു വീട്ടിലെ അച്ഛൻ, അമ്മ, കുട്ടികൾ, മുത്തശ്ശി ഇവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറണം. കാരണം ഒരു കുടുംബത്തിനെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട്. ഇതിൻ്റെ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാവരും, അതായത് അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകനൊക്കെ മനോഹരമായിട്ടാണ് സംവിധായകനിൽ ചെയ്തിട്ടുള്ളത്. ജനാർദ്ദനൻ ചേട്ടൻ, അൽഫോൺസ് പുത്രൻ, നമ്മുടെ അൽത്താഫ്, അവനോ എടുത്തു പറയാൻ ഇതിൽ ഒരാളെ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള സ്പേസ് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സംവിധായകന് കൊടുക്കേണ്ട ഒരു കയ്യടിയാണ്. ജനാർദ്ദൻ ചേട്ടനൊക്കെ നമ്മൾ പണ്ട് കാല സിനിമകളിൽ ചിരിപ്പിച്ചില്ല ഒത്തേ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നടിയുടെ പേരെനിക്ക് അറിയില്ല, പക്ഷേ അവർ തമ്മിലുള്ള കോമ്പോ, നിവിൻ പോളിയുടെ തന്നെ അടിയായിട്ടുള്ള ഒരു കോമ്പോ, നമ്മളെ തട്ടത്തി മറയത്തിലൊക്കെ നിവിൻ പോളിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനരസം ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ഒരു പ്രത്യേക ഒരു ലുക്ക് ഉണ്ട് ആൾക്ക്. ആ ലുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു കള്ളത്തരും ചെറിയൊരു ചിരിയും ഒരു ലാലേട്ടൻ്റെ ഒരു സാധനങ്ങൾ ഉണ്ട് ആൾക്ക്. അത് ഇതിൽ ശരിക്കും മനോഹരമായിട്ട് സംവിധായകൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ആക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, പ്രേതമുണ്ട്. 2.5 മണിക്കൂർ നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റിയ നല്ല ഒരു കുടുംബ ചിത്രമായിട്ടാണ് നിവിൻ പോളി വന്നിട്ടുള്ളത്. ഒരു കാലത്ത് ആക്ഷൻ ഹീറോ എന്ന ബിജു ചിത്രം ഇറങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് അറ്റാക്കുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വളർച്ച മലയാള സിനിമയിൽ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പടത്തിന് ദയവ് ചെയ്ത് കാണാണ്ട് വിമർശിക്കരുത്. ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കൂ. കാണാണ്ട് ഇതിനെ നശിപ്പിച്ച് നല്ലൊരു സിനിമയെ ഒരിക്കലും നശിപ്പിക്കരുതെന്നുള്ള അഭ്യർത്ഥന കൂടി ദിസ് ഈസ് ഷിദിൻ ബ്ലോക്ക് ബസ്റ്റർ.